ഗർഭിണികളുടെ കാര്യം എന്താണെന്നറിയോ? പൊതുവെ ഗർഭിണിയായ പെണ്ണിനെ വെച്ച് ആരും കള്ളസത്യം ചെയ്യില്ല. ഗർഭിണിയായ പെണ്ണിനോട് കള്ളം പറയാൻ ശ്രമിക്കില്ല. അവർക്കുള്ള ചടങ്ങുകളുടെ ക്രമം തെറ്റിക്കുകയില്ല. ഇതൊക്കെ കുഞ്ഞിന് ദോഷമാണെന്നാണ് പണ്ട് കാരണവന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന കഥകള്. അങ്ങനെയാണെങ്കിൽ 7-ാം മാസത്തിലെ ചടങ്ങ് 3-ാം മാസത്തെ ചെയ്യുന്ന ദോഷമല്ലേ? അതേടി മോളെ, ദോഷമാണ്. പക്ഷെ പ്രിയങ്കയും സുകുമാരിയും തമ്മിലുള്ള ഇരിപ്പുവശം വെച്ച് നോക്കുമ്പോ പ്രിയങ്കയ്ക്കൊരു ദോഷം വന്നോട്ടെ എന്ന് സുകുമാരി ചിന്തിക്കൂ? ഇല്ല. അല്ല, എന്താ മുത്തശ്ശി പറഞ്ഞു വരുന്നേ? എടാ, വീണ്ടും വീണ്ടും ഇങ്ങനൊരു ഗർഭം ഉണ്ടോ എന്നുള്ള കാര്യത്തില് അവരായിട്ട് നമുക്ക് സംശയമിട്ട് തന്നോണ്ടിരിക്ക. നിനക്കെന്തു തോന്നുന്നടി മോളെ? നമ്മളിത് മുന്നേ സംശയിച്ചാണല്ലോ മുത്തശ്ശി. എന്റെ പൊന്നു മുത്തശ്ശി, അങ്ങനെ എന്തെങ്കിലും തെളിവ് മുത്തശ്ശി കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ. എന്നിട്ട് അതും പറഞ്ഞ് രണ്ടിനെ ഇവിടുന്ന് അടിച്ചിറക്കണം. തല്ലിയോടിക്കുന്ന കാര്യമാണോ നീ ആലോചിക്കുന്നേ? ഞാൻ മാറിയെന്നോളാം, കൈയും കെട്ടി നോക്കിയെന്നോളാം. അച്ഛനും ചേട്ടനും അമ്മയും എല്ലാരും കൂടി അതങ്ങ് ചെയ്തോളൂ. മോളെ രാധികെ, പ്രിയങ്കയുടെ പിന്നാലെ നമ്മൾ നടന്നിട്ട് പ്രയോജനമൊന്നുമില്ല. അവള് കാണിക്കുന്ന കോപ്രായം നോക്കിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാവാനാ? പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുകുമാരിയെ. സുകുമാരി ആർക്കെങ്കിലും ഫോൺ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും പറയുന്നുണ്ടോ? സുകുമാരിയും പ്രിയങ്കയും തമ്മില് തനിച്ചു മുറിയിലിരിക്കുമ്പോ അവരുടെ സംസാരം എന്ത്? ഇതൊക്കെ ഒന്ന് നമ്മൾ നിരീക്ഷിച്ചേ പറ്റൂ. അപ്പൊ ചാരപ്പണി അല്ലേ? ചാരപ്പണി ചെയ്തിട്ടായാലും ശരി, രണ്ടിനെ ഇവിടുന്ന് ഓടിച്ചേ പറ്റൂ. കാര്യങ്ങളൊന്ന് അടുത്തു വരുന്നുണ്ടെടാ. ഇപ്പൊ പന്ത് നമ്മുടെ കോർട്ടില്, ദൈവം നമ്മുടെ തലയ്ക്ക് മുകളിലും. നീ സമാധാനായിട്ടിരിക്കടാ. അതെ, ഉണ്ണിയാർച്ചയുടെ ധൈര്യമുള്ളൊരു ഭാര്യ, ഝാൻസി റാണിയെ പോലെ പൊരുതാൻ ശേഷിയുള്ളൊരു മുത്തശ്ശി. അതിനിടെ കിടന്ന് ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്?